നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കോളേജിലെ CCTV ദൃശ്യങ്ങളും രേഖകളും പരിശോധിക്കുന്നു. രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ലോൺ ആപ്പുകാരുടെ ഭീഷണിയും തള്ളാതെ പോലീസ്. ഡോക്ടർ MK റാമിനെതിരെ ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഹോർമുസിൽ ഉപരോധം കൊണ്ടുവന്ന അമേരിക്ക ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾ തടയുന്നു. നടപടി ചർച്ചകളിൽ സമവായമില്ലാത്തതിന് പിന്നാലെ കടലിടുക്കിലെ മരണച്ചുഴി കാത്തിരിക്കുന്നുണ്ടെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമിസ് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. ബാരലിന് $100 പിന്നിട്ടു. ഓഹരി വിപണികളിലും ഇടിവ്. സ്വർണ്ണവിലയും കുറഞ്ഞു. വോട്ടെടുപ്പ് നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും അന്തിമ പോളിംഗ് കണക്ക് പുറത്തുവിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കണക്ക് വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കായംകുളം പീഡന പരാതിയിലെ അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് SP. 7 വർഷത്തിൽ താഴെയുള്ള ശിക്ഷ ആയതിനാലാണ് പ്രതിയെ വിട്ടയച്ചത്. OPയിൽ വെച്ച് യുവതി പീഡനത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്നും പോലീസ്. ഇരയ്ക്ക് വൈദ്യപരിശോധന നടത്തി. (2029) വനിതാ സംവരണം നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി. നാരീ ശക്തിക്ക് വേണ്ടിയാണ് ബില്ലെന്നും പ്രധാനമന്ത്രി. 14 लाख से अधिक महिलाएं लोकल गवर्नमेंट बॉडीज में सफलतापूर्वक काम कर रही हैं। ബില്ല് ഒറ്റക്കെട്ടായി പാസാക്കണമെന്ന് മോദി. പ്രഖ്യാപനം നാരി ശക്തി വന്ദൻ പരിപാടിയിൽ. ആശാ ഭോസ്ലേക്ക് വിട നൽകാൻ രാജ്യം. ലോവർ പരേഡിലെ കാസാ ഗ്രാൻഡിൽ അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ശിവാജി പാർക്കിൽ സംസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. ബോഡി ഷെയ്മിങ്ങും ജാതി വിവേചനവും കോളേജിൽ നിരന്തരം നേരിടാറുണ്ട്. പ്രത്യാഘാതം ഭയന്നാണ് പരാതിപ്പെടാത്തതെന്നും വിദ്യാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ യൂണിയന്റെ ഭാഗമായിട്ട് നടക്കുന്ന അനുശോചനമാണ്. ഞങ്ങളുടെ കൂടെ ഇന്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിനൊക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല. പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്. നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ പേടിയില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ രാഷ്ട്രീയ ഉണ്ടാവുന്നുള്ള പേടിയുണ്ടോ? അങ്ങനെ ഇവിടെ എല്ലാവരും പഠിച്ചെങ്ങനെങ്കിലും പാസ്സായി. കാരണം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ കോഴ്സ്. അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്ക് ആവാണ്ട് പഠിച്ച് പാസ്സായി പോകണം എന്നുള്ളതാ. സോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആയിട്ട് പലരും കംപ്ലൈന്റ്സ് ആയിട്ട് വരാറില്ല. സാമ്പത്തിക അവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ജാതിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണ്.
അപ്പൊ പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ മേ ബി അവര് ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല, ഇനിയിപ്പോ എക്സാമിന് വരുന്നത് എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്, ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിലെ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണോന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും ഞങ്ങളും അത്ര ട്രോമയിലാണ്. ഈ കുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു മേ ബി. കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദമുണ്ടായോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരം സൂചനകൾ നൽകുന്ന ചില സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു. ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇപ്പോൾ അധ്യാപകർ പ്രതികളാണ്, സംശയമില്ല. അവരെ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യും. ഈ പ്രധാന അധ്യാപകനെതിരെയും മറ്റും നിരവധി ആരോപണങ്ങൾ സഹപാഠികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അപ്പോഴും മറ്റു ചില സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അതിവിപുലമായ അന്വേഷണമാണ് നടക്കുന്നത് പറയേണ്ടി വരും. ഏറ്റവും നിർണായകമാവുക ഇവിടെയുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ രേഖകളോടും അത് പോലീസ് നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തുക എന്നാണ് നമ്മളോട് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. ഇതിൽ ഇന്ന് പ്രതിഷേധങ്ങളുടെ വേലിയേറ്റമായിരുന്നു ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ASFന്റെ SFIയുടെ പ്രതിഷേധം, വലിയ തോതിലുള്ള SFIയുടെ പ്രതിഷേധം ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ASFന്റെ പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യം KSU ആണ് ഇവിടെ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നമുക്ക് കാണാം, ഈ ഗേറ്റിന്റെ മുൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാരിക്കാഡ് ഇവിടെ പോലീസ് സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ അതെല്ലാം മറച്ചിട്ട് ഈ കോളേജിന്റെ അതിന്റെ അകത്തേക്ക് വരെ പ്രവർത്തകർ എത്തുകയും വലിയ പ്രതിഷേധവും നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ഇതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ബാരിക്കാഡ്. ഇത് മറികടന്ന് ഇതിനെ എല്ലാ സമരക്കാരും ഇതിനകത്ത്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് അകത്ത് നോക്കിയാൽ കാണാം, ഇപ്പോഴും അവിടെ ASFന്റെ ആളുകളുണ്ട്. അല്പസമയം മുമ്പ് SFIയുടെ പ്രതിഷേധം കഴിഞ്ഞു. അതിനു മുമ്പ് MSFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, ABVPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, മഹിളാ മോർച്ചയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംഘടനകളുടെയും പ്രതിഷേധം. മാത്രമല്ല, ഈ പ്രതിഷേധം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനല്ല ഈ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ തോതിൽ വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമാക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും പോലീസ് ഇതിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ അധ്യാപകന്റെ കാര്യം തന്നെയാണ്. നമുക്ക് അല്പസമയം മുമ്പ് ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ പറയുന്നത് കേൾക്കാം. അത് ആദ്യമായാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് തന്നെ. അവർ പറയുന്നത് സമാനമായ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇവിടെ നിന്നും ഈ MK റാം എന്ന് പറയുന്ന അധ്യാപകനിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ്
അവർ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ആപ്പാണ്. ആ മൊബൈൽ ആപ്പിൽ ഈ നിതിൻ രാജിന്റെ എല്ലാ രേഖകളും, അതായത് കോണ്ടാക്ട് ഉൾപ്പെടെ എല്ലാ രേഖകളും അവർ ചോർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ആപ്പ് വലിയൊരു വില്ലനായിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്ന് പറയേണ്ടി വരും. അധ്യാപകരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് ആയില്ല, അതിനുമപ്പുറം അന്വേഷണം പോകേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള തെളിവുകൾ, പോലീസ് ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, രക്ഷിതാക്കളുടെ മൊഴി, ഇതെല്ലാം അടിസ്ഥാനമാക്കി അതിൽ ഒരു നടപടി ഉണ്ടാവും. ഒരു പക്ഷേ ഇന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാം. അപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനുണ്ട്. അതാരാണെന്ന് പോലീസ് കണ്ടെത്താൻ ഇപ്പോൾ തീവ്ര ശ്രമത്തിലാണ്. ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ലത എന്നാണ് നിതിൻ രാജിന്റെ അമ്മയുടെ പേര്. അതേ പേരുള്ള ലത എന്നൊരു ടീച്ചർ ഇവിടെയുണ്ട്. ഒരു പക്ഷേ നിതിന്റെ ഈ ഫോൺ ഹാക്ക് ചെയ്തതിന് ശേഷം ആ ലത എന്ന നമ്പർ ഒരു പക്ഷേ അമ്മയുടേതാണെന്ന് കരുതിയായിരിക്കാം ഈ ആപ്പുകാർ നിരന്തരം അതിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതിൽ പ്രാഥമികമായ ഘട്ടത്തിലാണ് അന്വേഷണം ഉള്ളത്. ഇതിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം വേണ്ടിവരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന്. ഇത് എനിക്ക് പിറകിൽ കാണുന്ന ആ കെട്ടിടത്തിൽ നിന്നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അവിടെ പോലീസ് അത് അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകളും നിരവധി പോലീസും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അവസാന വർഷ BDS വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. മറ്റുള്ള ആളുകളെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. ആ കുട്ടികളാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർ പ്രതികരിക്കുമ്പോഴും ഭയപ്പാട് അവർക്കുണ്ടായിരുന്നു. ഈ പ്രതികരണത്തിന്റെ പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് പോലും അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും അവർ പറഞ്ഞത് ഇതാണ്, ബോഡി ഷെയ്മിങ് ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് മാത്രം, ഒരു നിതിൻ രാജ് മാത്രമല്ല ഇവിടെ ഉള്ളത്, കൂടുതൽ കുട്ടികൾക്ക് നേരെ, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇയാൾ ഇങ്ങനെയുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. പക്ഷേ ഒരു നടപടിയും ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ സമാനമായ രീതിയിലുള്ള ഒരു പരാതിയിൽ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊന്നും പരാതി നൽകിയപ്പോൾ അതിലൊന്നും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ കാര്യമെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അവർ വലിയ തോതിലുള്ള മാനസിക പ്രയാസത്തിലാണ്. അവർ കൂടുതൽ തുറന്നു പറയാൻ അവർക്ക് വലിയ ഭയം ഇപ്പോഴുമുണ്ട്. അവർ അതിനിടയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന, ഈ കുടുംബം പറഞ്ഞതും സ്ഥിരീകരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൽ വിപുലമായ ഒരു അന്വേഷണം വേണ്ടിവരും പോലീസിന്. അതിൽ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി അത് ക്രോഡീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഈ റാഗിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അതോടൊപ്പം ഈ അധ്യാപകർ സംഗീത, അതുപോലെ തന്നെ ഡോക്ടർ MK റാം, ഇവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്യും, വിശദമായ ചോദ്യം. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ആപ്പിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവും. എല്ലാ ഫയലുകളും, അതായത് നിതിൻ രാജിന്റെ ഫോണിലുള്ള എല്ലാ ഫയലുകളും ഈ മൊബൈൽ ആപ്പ് അവർ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്തരം ഇവർ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകളും ലത ടീച്ചർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ സംഭവത്തിൽ സൈബർ പോലീസ് ഇപ്പോൾ കേസുമെടുത്ത സാഹചര്യമുണ്ട്. ഏതായാലും 7 അംഗ പ്രത്യേക സംഘം, അതിൽ സൈബർ ടീമുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ ശാസ്ത്രീയ തെളിവുകൾ ക്രോഡീകരിച്ച് ഈ അധ്യാപകരുടെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. നേരത്തെ ഉയർന്നു വന്ന പരാതികൾ, ഈ നമ്മളോട് സംസാരിച്ച കുട്ടികളെയൊക്കെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. ഇന്ന് ഏതായാലും വലിയ പ്രതിഷേധത്തിന്റെ ഒരു ദിവസം എന്ന് പറയേണ്ടി വരും. പ്രതിഷേധം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ അല്പസമയമാണ് SFIയുടെ പ്രതിഷേധം നടന്നത്. ഇനി 3 മണിക്ക് SDP-യുടെയും കൂടി പ്രതിഷേധമുണ്ട്. വിവിധ സംഘടനയുടെ വലിയ തോതിലുള്ള പ്രതിഷേധം. അത് അവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാവണം. ഇതിൽ കൃത്യമായ ഈ കാരണം കണ്ടെത്തണം. നിതിൻ രാജിന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നടപടി അത് അവസാനിപ്പിക്കണം. ഇയാളെ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് പിരിച്ചുവിടണം. ഈ അധ്യാപകർക്കെതിരെ ഇപ്പോൾ ആരോപണ വിധേയരായ അധ്യാപകരെ പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ഏതായാലും വലിയ പോലീസ് സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ രാവിലെ മുതൽ വലിയ പ്രതിഷേധം കോളേജിലേക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ കോളേജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അധ്യാപകരെ, ഈ HOD ആയിട്ടുള്ള ആളെ അടക്കം മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യമാണ്. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഭീഷണി സന്ദേശങ്ങൾ, മെസ്സേജുകൾ ഒക്കെ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബൈജു, ഈ CCTV ദൃശ്യങ്ങൾ, കോളേജിലെ CCTV ദൃശ്യങ്ങൾ പ്രധാനമാണ്. ഒപ്പം മാതാപിതാക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം 7 അംഗ സംഘത്തിൽ ചില സംഘാംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സഹപാഠികളുടെ മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഈ വിരൽ ചൂണ്ടപ്പെടുന്നത് അധ്യാപകരുടെ പീഡനം അല്ലെങ്കിൽ അവരുടെ മാനസികമായ നിതിൻ രാജിനെ വിഷമിപ്പിച്ചതൊക്കെ വലിയ തോതിൽ ഈ പ്രവൃത്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ?
തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും ശാസ്ത്രീയമായ നിരവധി തെളിവുകൾ പോലീസിനെതിരെ അടിസ്ഥാനമാക്കുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം രേഖകളും മറ്റ് ചില രേഖകളും ഒക്കെ ഇവിടുന്ന് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇതിലൊരു പ്രധാന കാരണം തന്നെയാണ്. അതോടൊപ്പം ഈ മൊബൈൽ ആപ്പ് അത് കൂടുതൽ കുട്ടികൾ ഇത്തരം ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മൊബൈൽ ആപ്പ് ഇതിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ രഹസ്യങ്ങളും നമ്മുടെ മുഴുവൻ കോൺടാക്റ്റുകളും ഗാലറി ഫയലുകളും എല്ലാം ഈ മൊബൈൽ ആപ്പ് കൈക്കലാക്കുന്നു എന്നാണ്. പിന്നീട് ഇതിൽ നോക്കി ഈ ഒരു ഹാക്ക് ചെയ്ത ഇതിൽ നിന്നും ഫോൺ നമ്പർ എടുത്ത് അവരെ വിളിക്കുന്ന സാഹചര്യമാണ്, അവർക്ക് മെസ്സേജ് അയക്കുന്ന സാഹചര്യമാണ്. അതിലെല്ലാം പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഏതായാലും അന്വേഷണം വിപുലീകരിക്കേണ്ടി വരും, കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം കടക്കേണ്ടി വരും. കാരണം ഇത് കൂടുതൽ കുട്ടികൾ, ഇനിയൊരു നിതിൻ രാജ് ഇവിടെ ഉണ്ടാകരുത് എന്നതാണ് പോലീസ് പറയുന്നത്. അത്രത്തോളമുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് അവർ നീങ്ങും. ഈ അധ്യാപകരുടെ കാര്യത്തിൽ ഇതിൽ ഒരു കൃത്യമായ അവരുടെ ഭാഗത്തു നിന്നും ഇതിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, ജാമ്യമില്ലാ വകുപ്പ്, SC/ST അതിക്രമ തടയൽ നിയമം ഉൾപ്പെടെ ഇതിൽ ചുമത്തിയിട്ടുള്ളതിന് കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തിയേക്കാം. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അത് തന്നെയാണ്. ഇതിൽ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഒരു പക്ഷേ ഈ അധ്യാപകരുടെ അറസ്റ്റ് ഉണ്ടായേക്കാം. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ തിരുവനന്തപുരത്തു നിന്നുള്ള മൊഴി, അതോടൊപ്പം സഹപാഠികളുടെ മൊഴി, ഇവിടുത്തെ മറ്റ് അധ്യാപകരുടെ മൊഴി, ഇതെല്ലാം ശേഖരിച്ച് അതിനുശേഷം ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തി അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ല. ഇതിൽ അധ്യാപകരുടെ ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്ത പ്രവർത്തികളെ ന്യായീകരിക്കാൻ ഇനി പറ്റില്ല, ഈ കോളേജ് അധികൃതർക്കും പറ്റില്ല. അത് കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. അതിൽ അത്തരത്തിൽ മൊഴികളുണ്ട്. അതുകൂടാതെ നമുക്ക് തന്ന ഈ അഭിമുഖത്തിൽ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു അധ്യാപകനെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ പരാതി വന്നിട്ടുള്ളത്. നേരത്തെയും ഈ ആരോപണ വിധേയനായാണ്. അതുമാത്രമല്ല സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾക്ക് വിധേയരായ ഒരാളാണ്. ഇയാൾ തന്നെ വീണ്ടും ഈ ഒരു കോളേജിൽ തന്നെ പഠിക്കുന്ന സാഹചര്യമുണ്ടായി. കുട്ടികൾക്ക് വലിയ തോതിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പെരുമാറ്റമുണ്ടായെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് പോലീസിനും അതിനുള്ള തെളിവുകളും മൊഴികളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മൊബൈൽ ആപ്പ് പ്രധാനമായും പരിശോധിക്കുന്നത് കൂടുതൽ കുട്ടികൾ ഈ ഒരു മൊബൈൽ ആപ്പിന്റെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്നതാണ്. ഏതായാലും അത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായ ചില കണ്ടെത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ CCTV ദൃശ്യങ്ങൾ, മാതാപിതാക്കളുടെ മൊഴികൾ, സഹപാഠികൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നിധിന്റെ മരണത്തിൽ ഉത്തരവാദികളായവരാരും രക്ഷപ്പെടാൻ പാടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ലോൺ ആപ്പ് വിഷയം അസംബന്ധമായ കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ട അധ്യാപകർ സംസ്ഥാനത്തിന് അപമാനമാണെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. എന്ത് ക്രൂരതയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ആത്മഹത്യയാണോ എന്ന് പോലും അവർക്ക് സംശയമുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. വാസ്തവത്തിൽ ഒരു കോളേജിൽ, കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ ജാതി അധിക്ഷേപം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപമാനകരമായ ഒരു സംഭവമാണ്. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. തന്നെയുമല്ല, ഈ കുട്ടി മരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതിനെ അക്കമ്പനി ചെയ്തില്ല. വിദ്യാർത്ഥികളെ വിട്ടില്ല, അധ്യാപകരെ വിട്ടില്ല, മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ആരും വന്നില്ല. അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. ഇതുപോലൊരാൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ അവിടെ വീണ്ടും ആത്മഹത്യ ചെയ്തതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? അപ്പോൾ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ അന്വേഷണം നടക്കണം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ഒരിക്കലും പാടില്ല. പല ഘട്ടങ്ങളിലും നിതിൻ രാജിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ്. 7 അംഗ പ്രത്യേക ടീമിനെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സമസ്ത പ്രശ്നങ്ങളും അന്വേഷണം നടത്തും. വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്, യുവജന സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ പഠിച്ചിരുന്ന മുൻകാല വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഒന്നൊന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ
പിന്നെ നിതിൻ രാജിൻ്റെ പിതാവിനെ കണ്ടതിന് ശേഷം ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നാൽ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് മറ്റൊരു ലോണിൻ്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ലോണ് അമ്മയുടെ അസുഖത്തിന് വേണ്ടി, അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ട്. അതും ഇത് ഈ വേർപാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ഉള്ളതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതെല്ലാം അത്തരം എല്ലാ വിഷയങ്ങളും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റത് കേരളം പോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സംഗീത ടീച്ചറിനെ പോലെയും റാം സാറിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തിൽ തന്നെ അപമാനമായിരിക്കുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് കേട്ടറിഞ്ഞിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡണ്ടൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് നടപടി. 5 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സാംസ്കാരിക കേരളത്തിൽ ഇന്നും ജാതീയമായ വേർതിരിവുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സംസ്ഥാന SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ പറഞ്ഞു. പാങ്ങോട് പഞ്ചായത്തിലെ ഭരതന്നൂർ അംബേദ്കർ കോളനിയിൽ അംബേദ്കറെ അപമാനിക്കും വിധം പ്രതിമ വെച്ച സംഭവത്തിൽ ഇടപെടലുമായി നേതാക്കൾ. സ്ഥലം സന്ദർശിച്ച വാമനപുരം MLA DK മുരളി എത്രയും വേഗം പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകി. ഇടപെട്ട് അടിയന്തരമായി പരിഹാരമുണ്ടാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. 2009 നാട്ടുകാർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്രതിമയാണ് നാടിനാകെ നാണക്കേടായത്. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ ഭരതന്നൂരിലെ അംബേദ്കർ വാർഡിലാണ് ഇത്തരമൊരു സംഭവം. കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം. അംബേദ്കറുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ തലയില്ലാതെ കഴിഞ്ഞ 17 വർഷമായി നിൽക്കുന്ന ഒരു നാണക്കേട്, അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന, അപമാനമുണ്ടാക്കുന്ന സംഭവം. 2009 നാട്ടുകാരുടെ ഒരു സംഘടന മുൻകൈയെടുത്ത് നാട്ടുകാരിൽ നിന്ന് പൈസയൊക്കെ പിരിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്രതിമ കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾക്ക് ഇവിടെ തന്നെ നിർമ്മിച്ച പ്രതിമയാണ്. അതിൽ അനാച്ഛാദന സമയത്ത് അംബേദ്കറുമായി രൂപസാദൃശ്യമില്ലാത്ത, ഒരു തരത്തിലും അംബേദ്കറുമായി സാദൃശ്യമില്ലാത്ത മുഖമാണ് ആ പ്രതിമയ്ക്കെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ തന്നെ അന്ന് തന്നെ ഈ വലിയ വിവാദമായി ഇത് മാറി. പിന്നീട് ആ ഒരു ദിവസം ഈ പ്രതിമയുടെ തലഭാഗം ആരോ ഇളക്കി മാറ്റുന്നതിൽ കാണപ്പെട്ടു. അതിനുശേഷം മറ്റൊരു ശിരസിന്റെ ഭാഗം കൂടി ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതും അംബേദ്കറുമായി ഒരു സാമ്യമില്ലാത്ത ഒരു രൂപമായിരുന്നു. അതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നു. അങ്ങനെ 17 വർഷമായി ഇവിടെ ഇപ്പോഴും അന്നത്തെ വൈദ്യുതി മന്ത്രി AK ബാലൻ അത് അനാച്ഛാദനം ചെയ്യുന്നു എന്നാണ് ഈ ശിലാഫലകത്തിൽ പറയുന്നത്. G കാർത്തികേയൻ അന്ന് പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. അദ്ദേഹം അടക്കമുള്ളവർ പങ്കെടുത്തു എന്ന ഈ ശിലാഫലകത്തിൽ പറയുമ്പോഴും ഇവരാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് വസ്തുത. ഏതായാലും 17 വർഷമായി ഇത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു. ഇപ്പോഴും പരസ്പരം പഴിചാരുകയാണ് പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ. ഏതായാലും ഈ ന്യൂസ് 18 വാർത്ത ഇന്ന് പുറത്തു വന്നതിനെ തുടർന്ന് സ്ഥലം MLA DK മുരളി ഇവിടെ സന്ദർശിച്ചു. എത്രയും വേഗം അംബേദ്കറുടെ പ്രതിമ, നാളെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, അംബേദ്കർ ജയന്തിയാണ്. അതിന് അടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞിട്ടെങ്കിലും അടുത്ത ജയന്തിക്ക് മുമ്പെങ്കിലും ഈ ഒരു അംബേദ്കറുടെ രൂപത്തിലുള്ള ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമെന്നാണ് ഈ വാമനപുരത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായിരുന്ന DK മുരളിയുടെ ഉറപ്പ്. അടുത്ത അംബേദ്കർ ജയന്തിക്ക് മുമ്പെങ്കിലും ഇത് പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ ആലോചന. ഇത് ഗവൺമെൻറ് ഫണ്ടും മറ്റുമൊന്നുമല്ല, നാട്ടുകാരുടെ തന്നെ പിരിവെടുത്ത് ആണ് ഇത് സ്ഥാപിക്കാൻ. അതായത് അന്നത്തെ കമ്മിറ്റിക്കാരൊന്നും ഇന്നില്ല എന്ന് പറയുന്നുണ്ട് പലരും. ഏതായാലും ഇവിടുത്തെ ഇതിൻ്റെ നാട്ടുകാരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വേണ്ടത്. അതിന് എല്ലാവിധ നേതൃത്വം കൊടുക്കാൻ MLA നിലയിൽ ഞാൻ തയ്യാറാവും. MLA അല്ല, ഇപ്പോൾ നിലവിൽ MLA ആണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാവും. പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറും ഒക്കെ അംബേദ്കറുടെ പേരിലുള്ള വാർഡാണ് ഇവിടെ ഉള്ളത്. ഈ പാങ്ങോട് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുമൊക്കെ ഇവിടെ വന്നു. അവരും പരസ്പരം പഴിചാരുകയും ഇത് ഒരു തരത്തിലും സർക്കാരുമായോ അല്ലെങ്കിൽ പഞ്ചായത്തുമായോ ബന്ധമുള്ള ഒന്നല്ല എങ്കിലും ഈ സ്ഥാപിച്ചവർക്കെതിരെയൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. നാട്ടുകാർക്കും വലിയ ആവശ്യമുണ്ട് എത്രയും വേഗം ഇതിലൊരു പരിഹാരം കാണണമെന്നുള്ളത്. പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് അധികം വൈകാതെ ഇത് സ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വാർഡ് അംഗവും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് കൂടുതൽ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ
ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അത് നേടിയെടുക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാ തരത്തിലും പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ച് നിൽക്കും. പഞ്ചായത്തിൽ ഈ ചർച്ച ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ CPM ആണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു. അപ്പം പിന്നെ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഫണ്ട് ഉണ്ടാവും, ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആരായുന്നുണ്ട്. ഈ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരിലും വലിയ പ്രതിഷേധമുണ്ട്. എത്രയും വേഗം ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് പഞ്ചായത്ത് അധികൃതരോടും മറ്റും പറയുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഒരു സമയത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരാറില്ല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇത് വരുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കാറുമില്ല. ഇനിയും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. അപ്പം നമ്മൾ കാണുമ്പോൾ തൊട്ട് ഇതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടായിട്ടും ഇതുവരെയും ഒരു നടപടിയും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. പണി തീർന്നു വന്നപ്പോഴത്തേക്ക് ഉടലും തലയുമായിട്ട് രണ്ടും രണ്ട് രീതിയിലാണ്. തല ഉടലിനേക്കാളും വലുതായിരുന്നു തല. ഇപ്പോൾ അന്ന് ഇവിടെ ഇരുന്ന SI വന്ന് പറഞ്ഞ് കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതെന്താ ശങ്കരാടിയനെയാണോ പണിത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഒരു അപമാനമായി തന്നെയാണ് അന്ന് തോന്നിയത്. അങ്ങനെയാണ് രണ്ടാമത് പാറയിൽ ഈ സിമെന്റിൽ ഉള്ള പ്രതിമയുടെ തല മാറ്റിക്കൊണ്ട് പാറയിൽ ഒരു തല പണിത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതിനേക്കാളും മോശമായ രീതിയിലാണ്. അംബേദ്കറായിട്ടൊരു മനുഷ്യൻ, അംബേദ്കറെ വേണ്ട, ഒരു മനുഷ്യനൊരു രൂപമുണ്ട്, ഒരു അനാട്ടമിയുണ്ട്, അതുപോലും ഇല്ലാത്തൊരു രൂപമായിട്ടാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. അംബേദ്കറെ പോലെ ഒരു മഹാൻ രാജ്യമെങ്കും ഒരുപക്ഷെ ലോകമെങ്കും ആദരിക്കുന്ന ഒരു മഹാനാണ് ഇത്തരമൊരു ദുർഗതി അതും കേരളത്തിൽ വന്നിരിക്കുന്നത്. ഈ പാപത്തിന്, ഈ തെറ്റിന് വൈകാതെ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് പൊതുവിലുള്ളത്. അത് എത്രയും വേഗം സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പ്രതിഷേധത്തിന് പിന്നാലെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ്. സംസ്ഥാനത്ത് 78.27% പോളിംഗ്. 78.03 എന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക്. മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനവും പുറത്തുവിട്ടു. കുന്നമംഗലത്താണ് 84.83% പോളിംഗ് രേഖപ്പെടുത്തിയത്. റാന്നിയിൽ 68.99 പോളിംഗ്. ഏറ്റവും കുറവ് റാന്നിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുന്നമംഗലത്ത് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. VV അരുണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ട്. അരുണ്, അസ്വാഭാവികത ഒന്നുമില്ല ഇത്തരത്തിൽ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. പക്ഷേ പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തതിന് പിന്നാലെ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് അന്തിമ കണക്ക്. അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നില്ല. കാരണം ഈ പോസ്റ്റൽ വോട്ടിന്റെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പോളിംഗിന്റെയും കണക്ക് വരാനുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു കണക്ക് പുറത്തുവിടുന്നത് ഇത് പ്രകാരം കുന്നമംഗലത്താണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം. ചിറ്റൂരിലും 80% പോളിംഗ് നടന്നിട്ടുണ്ട്. ഏതായാലും അന്തിമ കണക്കെന്നാൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നിലവിൽ ലഭ്യമായ കണക്കനുസരിച്ചിട്ടാണ് പോളിംഗ് ശതമാനത്തിൽ ഏതായാലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്നാം ഈ SIR അടക്കമുള്ള കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നു. ഭരണവിരുദ്ധ വികാരമെന്ന ഭരണാനുകൂല വികാരമെന്ന LDF അവകാശപ്പെടുന്നു. BJP ഒരു ബദലിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു. അത് ജനങ്ങൾക്ക് മുഖവിലേക്ക് എടുത്തു എന്ന് BJP പറയും. ഏതായാലും പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ഈ കണക്കിൽ ചെറിയ മാറ്റം കൂടി അന്തിമ കണക്കെടുപ്പിൽ ഉണ്ടായേക്കാം. ശരി, അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മതനേതാക്കളെക്കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിക്കുന്നു. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അങ്ങനെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നും മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് മതനേതാക്കന്മാരെ കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയല്ല. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം.
ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ യുവതിയിൽ നിന്ന് വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് സന്തോഷമാണ്, നമുക്ക് തൃപ്തിയാണ്. അവർ വഴി നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഗൗരവം ആശയങ്ങൾ നിരത്തി സഭയിലൂടെ ആണ് അവർ വളർന്നതെന്നും അങ്ങനെ അവരുടെ ആശയങ്ങൾ വഴി ഈ രാജ്യത്തെ വളർത്താനായിട്ടുമാണ് അവർ ശ്രമിക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കി നേടിയെടുത്ത ആളുകളൊക്കെ അവരുടെ ആ ഒരു ഐഡന്റിറ്റിക്ക് ചേരാത്ത വിധത്തിൽ നിൽക്കുന്നതും പറയുന്നതും സമീപിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് നമ്മുടെ ഐഡന്റിറ്റി എല്ലാം നഷ്ടപ്പെടുന്നു. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രലായിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ രാജ്യം, നമുക്കുള്ള തനിമ, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറയാനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. മാന്യമായ ഭാഷയിൽ അത് ആർക്കും പറയാവുന്നതാണ്. ആരോ എവിടെയോ രഹസ്യമായിട്ട് വോട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്നാണല്ലോ ഒക്കെ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ചിന്ത, രഹസ്യമായിട്ട് എന്തിനാണ്? പരസ്യമായി തന്നെ വോട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലേ? പരസ്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ സത്യം എന്താണെന്ന് കാണുകയും ആ സത്യത്തെ സധൈര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണ്. തോമ ചെയ്തത് അതാണല്ലോ. സ്വന്തം അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് പിതാവെന്ന് ഷോൺ പറഞ്ഞു. നിലപാട് പറയുമ്പോൾ കോൺഗ്രസ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് സഭ ആലോചിക്കണം. ദീപയ്ക്കെതിരായ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഷോൺ വ്യക്തമാക്കി. പിതാവ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് കടറങ്ങാട്ട് പിതാവ്. പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ പിതാവ് എന്ത് പറഞ്ഞാലും ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പോലും ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ പാർട്ടിയോട് സമ്മതം അറിയിച്ചത്. അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനെ ഒളിച്ചും പാത്തുമുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ് സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ സഭ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ത് നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയും സഭാ വിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തതെന്ന് പൊതുവായും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു നിലപാടിനെ അങ്ങേയറ്റം ഞാൻ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അതിനെ ബഹുമാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഇതിപ്പോൾ സഭയും BJPയുമായുള്ള തർക്കമല്ല, നേരിട്ട് സഭയും PC ജോർജും മകനുമായുള്ള തർക്കമാണ്. അത് പരിഹരിക്കേണ്ടത് BJPയുടെ കൂടി ബാധ്യതയെ വരികയാണ്. ഷോൺ ഇന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. ഇതേത് തലത്തിലാണ് ഇപ്പോൾ സഭ കാണുന്നത്? രഞ്ജിത്ത്, എന്തായാലും ഷോൺ ഇന്ന് ആവർത്തിച്ചത് ഇത് BJPയുടെ നിലപാടല്ല, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ താൻ തന്റെ നിലപാട് പറയുന്നതാണ് എന്നുകൂടി ഷോൺ അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മാർ റാഫേൽ തട്ടിലിനെ മൗണ്ടിൽ പോയി കാണാനുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഷോൺ ജോർജ്. 4:30 ആ സന്ദർശനം. പിതാക്കന്മാരോട്, ഈ പാലാ ബിഷപ്പിനോട് പോലും തനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, കാരണം തൻ്റെ പിതാവിനെ പോലെ കണക്കാക്കുന്ന ഒരാളാണ്.
സ്വന്തം അപ്പനെ പോലെ കണക്കാക്കുന്ന ഒരാളാണ് പിതാവ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറയുമ്പോൾ സഭയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഹിജാബ് വിഷയത്തിലായിക്കോട്ടെ, മുരമ്പത്തിലായിക്കോട്ടെ, FCRAയിലായിക്കോട്ടെ, എന്താണ് ക്രൈസ്തവർക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് വ്യക്തമാക്കണം. അത് ആ ഒരു നിലപാട് കൂടി പ്രത്യക്ഷത്തിൽ പറയാൻ സഭ മുന്നോട്ട് വരണം. ആ ഒരു ധൈര്യം കൂടി സഭ കാണിക്കണമെന്ന് കൂടിയാണ് ഷോൺ പറയുന്നത്. എന്തായാലും ഈ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് രാവിലെ വലിയ വിമർശനമായിരുന്നു PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സഭാ നേതൃത്വത്തെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അനുവദിക്കാനാകില്ല. മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ സഭ വെച്ചു പൊറുപ്പിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പരാമർശം. അതിന് മറുപടിയായാണ് ഷോൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് പരാമർശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താൻ മാനിക്കുന്നുണ്ട്. ഈ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് താൻ സംസാരിക്കുന്നത്. തൻ്റെ പിതാവിനെ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ചതിനാണ് പൂഞ്ഞാറിൽ തോൽപ്പിച്ചത്. ഇതെല്ലാം പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ നിലപാട്, FCRAയിലടക്കം എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? അത് പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ MP-മാർ അതിനെ എതിർക്കാതിരുന്നത്? അതിലേക്കൊന്നും എന്താണ് ക്രൈസ്തവർ അല്ലെങ്കിൽ സഭ വിരൽ ചൂണ്ടാത്തതെന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഷോൺ ജോർജ്. എന്തായാലും ഈ ഒരു തർക്കത്തെ രമ്യമായി പരിഹരിക്കുക എന്ന് തന്നെയാണ് ഷോണിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിലും ഇന്നും ഒക്കെ പിതാക്കന്മാരെ കാണാനുള്ള, ജോസഫ് കല്ലറങ്ങാട്ടിനെ ഉൾപ്പെടെയുള്ളവരെ കാണാനുള്ള തീരുമാനത്തിലാണ് ഷോൺ നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആന്തൂർ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ആന്തൂരിൽ ചിലർ സ്വന്തം സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പോസ്റ്റ്. നേതാക്കളുടെ നിലപാടുകളെ വിമർശിക്കുന്നവരെ BJP ആക്കാൻ ശ്രമിക്കുന്നുവെന്നും പോസ്റ്റിൽ ആക്ഷേപമുണ്ട്. നേതാക്കൾ ചിലരുടെ പ്രവൃത്തി ആന്തൂരിൽ വർഗീയ ശക്തികൾക്ക് വിത്തുപാകുന്നു. നേതാക്കളെ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ ഇളകുമെന്നാണ് പോസ്റ്റിലെ മുന്നറിയിപ്പ്. പോസ്റ്റ് ചർച്ചയായതോടെ പേജിൽ നിന്ന് പിൻവലിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ CPMൽ ചേർന്നു. AK സെന്ററിലെത്തിയ നുസൂറിനെ MV ഗോവിന്ദൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ NSS പിന്തുണ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്കെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറാണ് ഐഷ പോറ്റിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്തത്. ഹലോ, അനിൽ ചേട്ടനാണോ? ആ ചേട്ടാ, ഞാൻ ഒരു കരയോഗത്തിന്റെ അംഗമാണേ. ഞാൻ വിളിച്ചത് ചേട്ടാ, നമ്മുടെ ഇപ്പൊ ഈ NSSന്റെ ഗ്രൂപ്പിലേ, ഈ വനിതാ സമാജ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞോട്ടെ. അപ്പൊ അത് നമ്മുടെ ഒരു NSS ഒരു അംഗമില്ലേ, ബാലോത്സവ. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ബാലഭവൻ സാറിനെ സഹായിക്കല്ലോ. കഴിഞ്ഞ വർഷം ബാലഭവൻ സാറിനെ സഹായിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഇപ്പം താലൂക്ക് അവിടുന്ന് നമ്മുടെ സമുദായ NSSന്റെ പൊതുവായ എടുത്തൊരു നിലപാടായിരുന്നു കേട്ടോ. NSS താലൂക്ക് NSS യൂണിയൻ NSSന്റെ ഒരു നിലപാടായിരുന്നു ഇതെടുത്തതേ. NSS ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നായർക്ക് വോട്ട് ചെയ്യണ്ട, പിന്നെ ബ്രാഹ്മൺസിന് വോട്ട് ചെയ്യാം. നായർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ, നമുക്ക് NSSന് അങ്ങനെയല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഉണ്ട് ചേട്ടാ. നമ്മൾ NSS ആർ ശങ്കരെ മുഖ്യമന്ത്രിയാക്കിയ മന്നത്ത് പത്മനാഭന്റെ പ്രസ്ഥാനമായിരുന്നു. അല്ല, ഇന്നൊരു പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരിന്ന്. അതുണ്ടായിരുന്നു, പക്ഷെ കൊട്ടാരക്കരയിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടായത്. താലൂക്ക് യൂണിയൻ എടുത്ത തീരുമാനം അറിയില്ല. അതിപ്പം താലൂക്ക് യൂണിയന്റെ സർവീസ് സൊസൈറ്റിയുടെ തീരുമാനം. തങ്കപ്പുള്ള സാർ അറിഞ്ഞോ? അറിയാം, തങ്കപ്പുള്ള സാറിനെ വിളിച്ചാൽ എല്ലാരും കൂടെ എടുത്ത തീരുമാനം. അല്ല, നമ്മൾ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ കേട്ടോ. ഭയങ്കര ഒരു ഇതായിപ്പോയി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ. അതിന്റേതായ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാട്ടോ. ഓക്കെ ഓക്കെ. കൊച്ചിയിൽ അച്ഛന് മകന്റെ ക്രൂരമർദ്ദനം. ജൂതനടപ്പ് സ്വദേശി പുരുഷനാണ് മർദ്ദനമേറ്റത്. മകൻ പ്രവീൺ പോലീസിന്റെ പിടിയിൽ.
ഇന്നലെയാണ് പ്രവീൺ തന്റെ പിതാവ് പുരുഷനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് പുരുഷൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടി മടങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതോടുകൂടിയാണ് മുളവുകാട് പോലീസ് പുരുഷന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി മകനിൽ നിന്നും തനിക്ക് ക്രൂരമായ മർദ്ദനം നേരിട്ടു എന്ന കാര്യം അറിയുന്നത്. ഈ പോലീസ് കേസെടുത്തു എന്ന് അറിഞ്ഞതോടുകൂടി പ്രവീൺ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് മുളവുകാട് പോലീസ് പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ വീട്ടിൽ നിന്നുള്ള, അതായത് തന്റെ സഹോദരിക്ക് സ്വത്തിൽ നിന്റെ ഒരു ഭാഗം കൈമാറിയത് പ്രവീണിനെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് പിതാവിനെ ആക്രമിച്ചത്. ഇതിനു മുൻപും 6 തവണയാണ് ഈ മുളവുകാട് പോലീസിൽ പ്രവീണിനെതിരെ പിതാവും സഹോദരിയും പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം പിതാവിനെ തലക്കടിച്ച കേസിൽ പ്രവീൺ അറസ്റ്റിലായിരുന്നു. അന്ന് റിമാൻഡിൽ പോവുകയും പിന്നീട് സഹോദരിയും അച്ഛനും ചേർന്ന് തന്നെയാണ് പ്രവീണിനെ പുറത്തിറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ നിരന്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ പിതാവിനെ ഉപദ്രവിക്കുന്ന ഒരാളായി പ്രവീൺ മാറിയതോടുകൂടി പോലീസ് കൂടുതൽ നടപടി എന്നോണം ഈ ഡി അഡിക്ഷൻ സെന്റർ, അതായത് അമിതമായ മദ്യപാനം നടത്തുന്ന ആളാണ്, മദ്യപാനിയാണ്, മദ്യപിച്ചാണ് പിതാവിനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്ന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ പോയതിനു ശേഷം തിരിച്ചു വന്നാണ് വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇടുക്കി ഉടുമ്പന്നൂരിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് പിടിയിൽ. ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് അറസ്റ്റ് ചെയ്തത്. 15-കാരനായ മകനാണ് അച്ഛന്റെ അതിക്രമത്തിൽ പരിക്കേറ്റത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ മകനെ ഉപദ്രവിക്കുകയായിരുന്നു. സാഗർ വിവരങ്ങളുമായി ചേരും. സാഗർ, പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ട് പിതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടന്നത്. തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിലായിരുന്നു ഇത്തരത്തിൽ പിതാവ് മകനെ ക്രൂരമായി മർദ്ദിച്ചത്. ഉടുമ്പന്നൂർ സ്വദേശി നജീബാണ് മദ്യപിച്ച ശേഷം 15-കാരനായ മകനെ മർദ്ദിച്ചത്. കസേരയും കാപ്പിവടിയും കൊണ്ട് മകന്റെ മേൽ ക്രൂരമായ മർദ്ദനമാണ് ഇയാൾ നടത്തിയത്. കുട്ടിയുടെ കൈക്കും പുറത്തും ഉൾപ്പെടെ പരിക്കുണ്ട്. ഇന്നലെ രാത്രി 7:30യോടുകൂടി ആണ് ഈ സംഭവം നടന്നത്. നജീബ് മകൻ പുറത്തുപോയി വീട്ടിലേക്ക് വരാൻ വൈകിയെന്ന കാരണം പറഞ്ഞാണ് ഈ കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് മാതാവ് പറഞ്ഞത്. തലയ്ക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ തള്ളി മാറ്റിയതിനാലാണ് കൊള്ളാതിരുന്നതെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട്. ഉടൻ ഈ ബഹളം കേട്ട അയൽവീട്ടുകാർ ഓടിയെത്തി ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കുട്ടി മതിൽ ചാടി റോഡിലൂടെ ഓടിയാണ് രക്ഷപ്പെട്ടതെന്ന് ഈ അയൽവാസികൾ പറയുന്നുണ്ട്. പിന്നീട് അയൽവാസികളും കുട്ടിയുടെ മാതാവും ചേർന്ന് പഞ്ചായത്ത് അധികൃതരും ചേർന്ന് കുട്ടിയെ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ പേരിൽ നാട്ടുകാർ പരാതി കൊടുത്തു. ഇതേ തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ പേരിൽ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആൾ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് പരാതി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് SP അറിയിച്ചു. കേസ് അന്വേഷിക്കാൻ കായംകുളം DYSPക്ക് ചുമതല നൽകി. ഇനീഷ്യൽ സ്റ്റേജ് റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി സംഭവം നടന്നു. അവിടുന്ന് ഇവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിരുന്നു ടീം ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഈ പറയുന്ന അതിലുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനൻ്റ്, പിന്നെ കംപ്ലൈനൻ്റിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കൾ ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയായിട്ട് പറയുന്ന ആളും മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് അക്കമ്പനി ചെയ്തിട്ടില്ല. സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തിലാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. നെക്സ്റ്റ് ഡേ അത് ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേഷൻ പ്രകാരം അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 183 എന്നാണ് പറയുക, മുമ്പ് 164, അത് പ്രകാരം ഇതെടുക്കാൻ വേണ്ടി CGM-ന് കൊടുത്തു. അത് മറ്റേ പോക്സോ ഓഫൻസ് റേപ്പ് കേസൊക്കെ ആണെങ്കിൽ വിതിൻ 24 hours തന്നെ ഒന്നുണ്ട്. ഇത് കൊടുത്തു. ഇനി CGM നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ശരണ്യ സ്നേഹചൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ന്യായീകരണമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ OP-യിൽ എത്തിയപ്പോഴും യുവതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നില്ല എന്നുള്ള നിരീക്ഷണമാണ്. പക്ഷേ വൈദ്യപരിശോധനയും മറ്റും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലാണ് അന്വേഷണം? യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന നിഗമനത്തിലാണോ പോലീസ്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് പോലീസ് കരുതുന്നത്. കാരണം ജില്ലാ പോലീസ് മേധാവി തന്നെ അക്കാര്യം പറയുകയുണ്ടായി. ഈ പെൺകുട്ടി യുവതി മൊഴി നൽകുന്ന ഘട്ടത്തിൽ അവര് ആരുടെയും പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു കരുതിക്കുട്ടി ആരെങ്കിലും പ്രതി ചേർക്കുക എന്നുള്ളതല്ല. പിന്നീട് ആ കുട്ടി ഐഡന്റിഫൈ ചെയ്ത് പറയുകയായിരുന്നു ഇന്ന ആളാണ് എന്നുള്ളത് മറ്റു ചോദ്യം ചെയ്യലുകൾക്കിടയിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു മറ്റൊരു ഉദ്ദേശം അതിനകത്തില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും കാലതാമസം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അതിനുവേണ്ടി തന്നെ ഇപ്പോൾ കായംകുളത്തെ SI ആയിരുന്ന വിനോദാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് മാറ്റി കായംകുളം ഡിവൈഎസ്പി ബിനുകുമാറിന് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. ഇതിലൊരു റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായ മോഹനചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഈ പറഞ്ഞ സമയത്ത് തന്നെ, അതായത് എക്സ്റേ എടുക്കുന്നതിനിടയിലാണ് ഈ സംഭവത്തെക്കുറിച്ച് യുവതി തുറന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മെഡിക്കൽ ഇന്റിമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3-നാണ് സംഭവം ഉണ്ടാകുന്നത്, 4-ന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. പിന്നെ ഈ കേസിനകത്ത് രഹസ്യമൊഴി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ആ രഹസ്യമൊഴി നൽകുന്നതിന് വേണ്ടി 6-ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. രഹസ്യമൊഴി എടുക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയ ഒരു ഒഫൻസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നിലവിലിട്ടുള്ള വകുപ്പുകൾ പ്രകാരം 7 വർഷത്തിന് താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ച് രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ നൽകി നോട്ടീസ് നൽകിയാലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ യുവതി പിന്നീട് ആരോപിക്കുന്നത് പോലെ തന്നെ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു, ഒപ്പം ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനായി ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള പുതിയ കാര്യങ്ങൾ കൂടി ഈ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അതിനകത്ത് മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചേർത്ത് കേസ് അപ്ഗ്രേഡ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ശരണ്യ. അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ മിനിമം വേതനം, ശമ്പള വർധനവ്, ജോലി സ്ഥിരത എന്നിവ ആവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരം 4-ാം ദിവസവും തുടരുകയാണ്. മിനിമം വേതനം നടപ്പിലാക്കുക, സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഴ്സുമാർ സമരരംഗത്ത് ഉള്ളത്. ഹൈക്കോടതിയുടെ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നഴ്സസ് സമരം സംസ്ഥാനത്തുടനീളം പുനരാരംഭിച്ചതിന്റെ ഭാഗമായി തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും നഴ്സസ് സമരം ശക്തമായിരിക്കുകയാണ്. 21 ദിവസമായി തുടരുന്ന നഴ്സസ് സമരത്തിൽ UNA ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മിനിമം വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മിനിമം അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല നഴ്സുമാർക്ക് അനുവദിച്ചിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ കൂടി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് UNAയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. അതേസമയം ഇന്ന് 4-ാമത്തെ ദിവസമാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നഴ്സുമാർ റിലേ നിരാഹാര സമരം തുടങ്ങിയത്. സമരരീതി കൂടുതൽ കടുപ്പിക്കുന്ന സമരരീതിയിലേക്കാണ് പ്രതിഷേധം കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയുടെ മീഡിയേഷൻ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നഴ്സുമാർ കൂടുതൽ ശക്തമായ സമര നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അതേസമയം ആശുപത്രി അധികൃതർ, പ്രൈവറ്റ് ആശുപത്രി അസോസിയേഷന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ നഴ്സുമാരുടെ സമരം നിയമവിരുദ്ധമാണെന്നും അതേസമയം ഈ മിനിമം വേജസ് തീരുമാനിക്കേണ്ടുന്നത് സർക്കാരാണ്. അതിൽ അന്തിമ തീരുമാനമായിട്ടുള്ള കരട് രേഖ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ അതിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് മിനിമം വേതനം. അത് പ്രൈവറ്റ് ആശുപത്രികളുടെ അസോസിയേഷൻ അല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല വളരെ രൂക്ഷമായ രീതിയിൽ ഇത്തരം സമരങ്ങൾ നഴ്സുമാരുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആക്കിയാൽ അല്ലെങ്കിൽ അത് വളരെയധികം സാമ്പത്തികമായി ആശുപത്രികളെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രൈവറ്റ് ആശുപത്രി അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നഴ്സുമാരുടെ സമരം നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് അവരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം കടുക്കുകയാണ്. അവരുമായുള്ള മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും സമരം കൂടുതൽ ശക്തമായത്. ഹോർമുസിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇന്നു മുതൽ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് തീരുമാനം. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിൻ്റെതെന്ന് ഇറാൻ പാർലമെന്റ് നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞു. ഉപരോധ തീരുമാനത്തെ പരിഹസിക്കുകയാണ് ഇറാൻ
എന്ന് നാവികസേനാ മേധാവി പറഞ്ഞു. ഹോർമുസിൽ പുതിയ പടയൊരുക്കത്തിനിടെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. ബാരലിന് $100 പിന്നിട്ടു. വനിതാ സംവരണ ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് വിശേഷിപ്പിച്ച ബിൽ 2029 പൂർണ്ണമായും നടപ്പിലാക്കാനാകുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു. ഡൽഹിയിൽ നാരി ശക്തി വന്ദൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മോദിയുടെ പ്രഖ്യാപനം. हमारे देश में महिला नेतृत्व का एक बेहतरीन उदाहरण पंचायती राज संस्थाएं भी हैं. आज भारत में 14 लाख से अधिक महिलाएं लोकल गवर्नमेंट बॉडीज में सफलतापूर्वक काम कर रही हैं. लगभग 21 राज्यों में तो पंचायतों में उनकी भागीदारी करीब करीब 50% तक पहुंच चुकी है. और मैं जब विदेश के मेहमानों से कभी इस विषय पे बात करता हूं, ये आंकड़ा सुनते उनका मुंह खुला रह जाता है. उनको आश्चर्य होता है. साथियों, ये कोई साधारण बात नहीं है. लाखों महिलाओं की राजनीति और सामाजिक जीवन में ये सक्रियता दुनिया के बड़े बड़े नेताओं और राजनीति के विशेषज्ञों को भी बहुत ही हैरान करने वाली बात होती है. और इससे भारत का बहुत गौरव बढ़ता है. साथियों, अनेक अध्ययनों में ये सामने आया है कि जब निर्णय प्रक्रियाओं में महिलाओं की सहभागिता बढ़ी तो इससे व्यवस्थाओं में भी संवेदनशीलता आई है. और ये बहुत बड़ी ताकत होती है. और इसका परिणाम है पानी, शिक्षा, स्वास्थ्य, पोषण, ऐसे कई विषयों में ज्यादा समर्पण भाव से, ज्यादा संवेदनशीलता से परिणामकारी काम हुए हैं. जल जीवन मिशन मैं समझता हूं इसकी सफलता का सबसे बड़ा उदाहरण है. इसमें पंचायत स्तर पर महिलाओं की भागीदारी की ही बहुत बड़ी भूमिका है. साथियों, हमारे लोकल बॉडीज और संस्थानों में इतने वर्षों से जो लाखों महिलाएं काम कर रही है, नेतृत्व कर रही है, उनके पास ग्रासरूट लेवल का बहुत समृद्ध और लंबा अनुभव है. वो अब और बड़ी भूमिका के लिए तैयार है और तत्पर भी है. സംഗീത വിസ്മയം ആശാ ഭോസ്ലെക്ക് രാജ്യം ഇന്ന് വിട നൽകും. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ശിവാജി പാർക്കിൽ ആണ് സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. ഇന്ത്യൻ സിനിമ സംഗീത ലോകത്തിലെ നിത്യവിസ്മയമായ ശബ്ദം നിലയ്ക്കുമ്പോൾ പിന്നണി ഗാനരംഗത്തെ ഒരു യുഗമാണ് അവസാനിക്കുന്നത്. ആസ്വാദക മനസ്സുകളിൽ മായാത്ത നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചാണ് ആശാ ഭോസ്ലെ യാത്രയായത്. വിഷു എത്തിയതോടെ മലബാറിലെ പടക്ക വിപണികളും ഉണർന്നു. ഒറ്റ ഷോട്ടിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ 30 തവണ വിരിയുന്ന അഴിഞ്ഞാട്ടമാണ് ഇത്തവണത്തെ ട്രെൻഡിങ് ഇനം. വിഷു കച്ചവടം പൊടിപിടിച്ചു തുടങ്ങേണ്ട 3 നാൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി. പോലീസ് നിർദ്ദേശമുള്ളതിനാൽ പടക്കക്കടകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പടക്ക വിപണിയും ഉണർന്നു കഴിഞ്ഞു. ഒറ്റ ഷോട്ടിൽ വിവിധ വർണ്ണങ്ങളിൽ 30 തവണ വിരിയുന്ന അഴിഞ്ഞാട്ടത്തിനാണ് ഇത്തവണ ആവശ്യക്കാർ ഏറെയുള്ളത്. ഈ വർഷം അഴിഞ്ഞാട്ടം ഷോട്ട് എന്ന് പറയുന്ന ഒരു പ്രീമിയം 30 ഷോട്ട് ഉണ്ട്. ഡബിൾ കളറിംഗ് ഉള്ള മാർക്കോനേക്കാൾ ഒരു പടി മേലെ നിൽക്കുന്ന ഐറ്റാണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഐറ്റാണ് അത്. അതിന് ഒരുപാട് ലോങ് എന്നൊക്കെ ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഐറ്റാണ്. വീട്ടിൽ തന്നെ ഒരു 30 ഷോട്ട് വീട്ടിൽ തന്നെ ഒരു അപകടം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഫാൻസി കാറ്റഗറിയിലുള്ള 30 ഷോട്ടാണ്. മൾട്ടി കളറാണ്. അതിൽ സാധാരണ ഇതിനേക്കാളും ഡബിൾ കളറിംഗ് ഉണ്ടാവും ഷോട്ട്സ്. വലിയ ശബ്ദത്തോടെ പൊട്ടുന്ന കുണ്ടിനോടും മാലപ്പടക്കത്തോടുമാണ്
പഴയ തലമുറയ്ക്ക് പ്രിയമെങ്കിൽ കാർട്ടൂൺ സ്വഭാവമുള്ള ഫാൻസി പടക്കങ്ങളാണ് കുട്ടികൾക്കിഷ്ടം. കുട്ടികൾക്ക് വേണ്ടിയാണോ കൊണ്ടത്? അല്ലല്ല, പൊട്ടിക്കാനേ താല്പര്യം, പൊട്ടിക്കുന്ന അധികം വാങ്ങുക. സൗണ്ടാ ഇഷ്ടം. അല്ലല്ല, കളറും ഇഷ്ടമാണ്, എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വാങ്ങാന്നുള്ള ഉദ്ദേശം. സ്ഥിരം പടക്കക്കടകൾക്കൊപ്പം വിഷു സീസൺ ലക്ഷ്യമിട്ട് 100 കണക്കിന് താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളും നഗരപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഉയർന്നു കഴിഞ്ഞു. അടുത്തിടെ കുന്നമംഗലത്ത് അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,975, പവന് 1,11,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,550, പവന് 92,400. വെള്ളി ഗ്രാമിന് 255, കിലോയ്ക്ക് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവിൽ MG രേണുക ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.